ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. CPM പ്രവർത്തകൻ KU ബിജു കൊലക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട BJP നേതാവിനൊപ്പം ഏരിയ സെക്രട്ടറി വേദി പങ്കിട്ടതിൽ വിവാദം. വിഷയത്തിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ അമർഷം പുകയുന്നു. സുഹൃത്തുക്കൾ തമ്മിൽ ബൈക്കിനെ ചൊല്ലി തർക്കം കത്തിക്കുത്തിൽ കലാശിച്ചു. കാഞ്ഞിരപ്പള്ളി മാരേക്കാടൻ രവിയുടെ മകൻ വിനയദേവിനാണ് കുത്തേറ്റത്. വിനയദേവിന്റെ സുഹൃത്ത് ഡാനി കത്തികൊണ്ട് കുത്തിയതായി പറയുന്നു. തൃശൂർ അരിയങ്ങാടിയിലെ കടയിൽ നിന്നും പട്ടാപ്പകൽ 2 ലക്ഷം രൂപ കവർന്ന കേസിലെ പ്രതികൾ അറസ്റ്റിൽ. കുമളി സ്വദേശി അലൻ തോമസ്, ഈരാറ്റുപേട്ട സ്വദേശികളായ അശ്വിൻ, അമൽ ജോർജ് എന്നിവരാണ് പിടിയിലായത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കൊടുങ്ങല്ലൂരിലെ CPM പ്രവർത്തകൻ KU ബിജു കൊലക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട BJP നേതാവിനൊപ്പം ഏരിയ സെക്രട്ടറി വേദി പങ്കിട്ടതിൽ വിവാദം. ഡി സിനിമാസിന്റെ കൊടുങ്ങല്ലൂരിലെ തിയേറ്റർ ഉദ്ഘാടന വേദിയിലാണ് CPM ഏരിയ സെക്രട്ടറി KR ജൈത്രനും കോടതി വെറുതെ വിട്ട BJP നേതാവ് AR ശ്രീകുമാറും വേദി പങ്കിട്ടത്. ഇതാണ് വിവാദത്തിന് കാരണമായത്. വിഷയത്തിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ അമർഷം പുകയുകയാണ്. CPM പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായിരുന്ന ആളുമായി വേദി പങ്കിട്ട് കൊടുങ്ങല്ലൂർ CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി KR ജൈത്രൻ. കൊടുങ്ങല്ലൂരിലെ CPM DYFI നേതാവായിരുന്ന KU ബിജുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ചേർക്കപ്പെട്ട BJP നേതാവിനൊപ്പമാണ് മുൻ നഗരസഭാ ചെയർമാൻ കൂടിയായ ജൈത്രൻ വേദി പങ്കിട്ടത്. 2008 ജൂൺ 30-നാണ് ഒരു സംഘം ബിജുവിനെ ആക്രമിക്കുന്നത്. ചികിത്സയിലിരിക്കെ ജൂലൈ 2-ന് ബിജു മരണപ്പെടുകയായിരുന്നു. സഹകരണ ബാങ്കിലെ കുറി പിരിക്കാൻ സൈക്കിളിൽ വരികയായിരുന്ന ബിജുവിനെ RSS BJP പ്രവർത്തകർ രാഷ്ട്രീയ വിരോധം മൂലം തടഞ്ഞു നിർത്തി ഇരുമ്പ് പൈപ്പുകൾ കൊണ്ട് തലയ്ക്കും കൈകാലുകൾക്കും മാരകമായി അടിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. എന്നാൽ സാക്ഷിമൊഴികളിൽ അവിശ്വാസം പ്രകടിപ്പിച്ചും തെളിവുകൾ അപര്യാപ്തമാണെന്നും ചൂണ്ടിക്കാട്ടി 13 BJP RSS പ്രവർത്തകരെ തൃശൂർ 4ാം അഡീഷണൽ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം വെറുതെ വിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ക്രിസ്മസ് ദിനത്തിൽ നടൻ ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഡി സിനിമാസിന്റെ കൊടുങ്ങല്ലൂരിലെ ഉദ്ഘാടന വേദിയിൽ ബിജു വധക്കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്ന BJP ജില്ലാ ഉപാധ്യക്ഷനായിരുന്ന ശ്രീകുമാറുമായി ജൈത്രൻ വേദി പങ്കിട്ടത്. ഉദ്ഘാടന ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ജൈത്രനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് CPM സോഷ്യൽ മീഡിയ പേജുകളിലടക്കം ഉയരുന്നത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. നെന്മണിക്കര പുലക്കാട്ടുകരയിൽ യുവാവിനെ നടുറോഡിലിട്ട് ലഹരി മാഫിയ ക്രൂരമായി മർദ്ദിച്ചു. പുലക്കാട്ടുകര ഓമ്പുള്ളി വീട്ടിൽ 35 വയസ്സുള്ള ബിനുവിനെയാണ് 15ഓളം പേരടങ്ങുന്ന ലഹരി മാഫിയ സംഘം മർദ്ദിച്ചത്. പരിക്കേറ്റ ബിനു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടി. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. കല്ലുകൊണ്ട് തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം ബിനുവിനെ കൂട്ടമായി മർദ്ദിക്കുകയായിരുന്നു. നിലത്ത് വീണ് ബോധരഹിതനായ ഇയാളെ സംഘം നെഞ്ചിലും മുഖത്തും ചവിട്ടി. ഭാര്യയും മക്കളും ഓടിയെത്തിയപ്പോഴേക്കും ബൈക്കുകളിലെത്തിയ സംഘം രക്ഷപ്പെടുകയായിരുന്നു. പ്രായപൂർത്തിയാകാത്തവരും സംഘത്തിൽ ഉണ്ടായിരുന്നതായി പറയുന്നു. പനയമ്പാടം, കോനിക്കര പ്രദേശങ്ങളിൽ ഉള്ളവരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പറയുന്നു. പരിക്കേറ്റ ബിനു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടി. വീടിനടുത്തുള്ള കടവിൽ മകളോടൊപ്പം കുളിക്കാനെത്തിയപ്പോൾ മദ്യപിച്ചിരുന്ന സംഘത്തെ ബിനു ചോദ്യം ചെയ്തതാണ് പ്രശ്നത്തിന് തുടക്കം. ഇതിനിടെ ബിനുവും സംഘത്തിലെ 5 പേരും ചേർന്ന് വാക്കുതർക്കം നടന്നു. ഉത്സവം കാണാൻ പുലക്കാട്ടുകരയിലെ സുഹൃത്തിന്റെ വീട്ടിൽ എത്തിയതായിരുന്നു സംഘം. നാട്ടുകാർ ഇടപെട്ടതോടെ മടങ്ങിപ്പോയ സംഘം അരമണിക്കൂറിന് ശേഷം തിരിച്ചെത്തി ബിനുവിന്റെ വീട്ടിൽ കയറി മകളെയും ഭാര്യ സഹോദരിയുടെ മകളെയും ആക്രമിച്ചു. ബിനുവിന്റെ മകളുടെ കയ്യിൽ വടികൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ച സംഘം 2 കുട്ടികളെയും ആക്രമിച്ച് ഇവരുടെ സ്വർണ്ണമാല പൊട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. കുട്ടികളുടെ കരച്ചിൽ കേട്ട് പുറത്തിറങ്ങിയ ബിനു ഇവരെ പിന്തുടർന്ന് ചെന്നപ്പോഴാണ് സംഘം ചേർന്ന് റോഡിലിട്ട് മർദ്ദിച്ചത്. ഇതിനിടെ സമീപവാസിയായ ചക്കുംതറ രമേശിന്റെ തലയിൽ ബിയർ കുപ്പി കൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ചാണ് സംഘം രക്ഷപ്പെട്ടത്. സംഭവത്തിൽ പ്രതികൾക്കായി പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മീഡിയ ടൈം, തൃശൂർ. നവകേരള സദസ്സിനോടനുബന്ധിച്ച് പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് നൽകിയ 100 പരാതിയിൽ ഒന്നായിരുന്നു മാള ഫയർ സ്റ്റേഷന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ പരാതി. പ്രസ്തുത പരാതിക്ക് മറുപടി ലഭിച്ചു. ഫയർ സ്റ്റേഷനിലേക്കുള്ള റോഡ് സ്വകാര്യ വ്യക്തിയുടെ കയ്യിലാണെന്ന തെറ്റായ വിവരമാണ് മറുപടിയിലുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഷാൻഡി ജോസഫിന് നവകേരള സദസ്സിൽ നൽകിയ നിവേദനങ്ങളിൽ ഒന്നിന് മറുപടി ലഭിച്ചത്. ഫയർ സ്റ്റേഷൻ കെട്ടിടം, ഗ്യാരേജ് എന്നിവയുടെ അറ്റകുറ്റപ്പണികൾക്കായി 75 ലക്ഷം രൂപയുടെ ഭരണാനുമതി ഡിസംബർ 12-ന് സർക്കാരിൽ നിന്ന് ലഭിച്ചതായും ഇതിന്റെ ടെൻഡർ നടപടികൾക്കായി പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഡിസംബർ 15-ന് സമർപ്പിച്ചതായും തൃശൂർ ജില്ലാ ഫയർ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഫയർ സ്റ്റേഷനിലേക്കുള്ള 80 മീറ്റർ ദൂരം വരുന്ന റോഡ് സ്വകാര്യ വ്യക്തിയുടെ കൈവശമായതിനാൽ പൊയ്യ ഗ്രാമപഞ്ചായത്തിന് പണം ചെലവഴിച്ച് പുനർനിർമ്മിക്കാൻ സാധ്യമല്ല എന്നും മറുപടിയായി കിട്ടിയ കത്തിൽ പറയുന്നു.
കത്തിൽ പറയുന്ന വഴിയുടെ കാര്യം തെറ്റാണെന്ന് സ്ഥലം നൽകിയ കുടുംബാംഗം കൂടിയായ ഷാൻഡി ജോസഫ് തട്ടകത്ത് പറയുന്നു. മാള ഫയർ ആൻഡ് റെസ്ക്യൂലോട്ട് പോകുന്ന വഴി ഒരു സ്വകാര്യ വ്യക്തിയുടെ ആയതിനാൽ അവിടെ പണം അനുവദിക്കാൻ സാധിക്കില്ല എന്ന ഒരു മറുപടി കണ്ടു. എനിക്ക് അയച്ചു തന്ന നവകേരള സദസ്സിൽ കൊടുത്ത പരാതിയിൽ എനിക്ക് ലഭിച്ച മറുപടിയിൽ കണ്ടു. എത്ര വിഡ്ഢിത്തമാണ് ഇവർ പറയുന്നത്. ഈ വഴിയും ഈ സ്ഥലവും നൽകിയത് കൊണ്ടല്ലേ അവിടെ ഫയർ സ്റ്റേഷൻ കെട്ടിടം നിർമ്മിച്ചതും ഈ റോഡ് ടാർ ചെയ്തതും. ഈ വഴിയില്ലാതെ ഫയർ സ്റ്റേഷൻ കെട്ടിടം നിർമ്മിക്കാൻ സാധിക്കൂ? അപ്പോൾ ഒരു സ്വകാര്യ വ്യക്തി എന്ന് പറയുന്ന എൻ്റെ കുടുംബമാണ് ഈ ഫയർ സ്റ്റേഷൻ നിർമ്മിക്കാനും ഈ വഴിയും എല്ലാം നൽകിയത്. ആ വഴി പൂർണ്ണമായിട്ടും അത് മെയിൻ്റനൻസ് ചെയ്യാനും പുനർനിർമ്മിക്കുവാനുമുള്ള എല്ലാ അവകാശം ഫയർ ആൻഡ് റെസ്ക്യൂവിനുണ്ട്. 80 മീറ്റർ റോഡ് ഫയർ സ്റ്റേഷന് കരാർ പ്രകാരം വിട്ടു നൽകിയിട്ടുള്ളതാണെന്നും അതുപ്രകാരമാണ് സ്ഥലം ഏറ്റെടുത്ത് കെട്ടിടം നിർമ്മിച്ചതും റോഡ് ടാർ ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. തെറ്റായ മറുപടിയാണ് അധികൃതർ നൽകിയതെന്ന് ഷാൻഡി ജോസഫ് ചൂണ്ടിക്കാട്ടി. മീഡിയ ടൈം, മാള. സുഹൃത്തുക്കൾ തമ്മിൽ ബൈക്കിനെ ചൊല്ലി തർക്കം കത്തിക്കുത്തിൽ കലാശിച്ചു. കാഞ്ഞിരപ്പള്ളി മാരേക്കാടൻ രവിയുടെ മകൻ വിനയദേവനാണ് കുത്തേറ്റത്. കൊന്നക്കുഴി കട്ടിപ്പൊക്കത്ത് വെച്ചായിരുന്നു സംഭവം. വിനയദേവന്റെ സുഹൃത്ത് കാഞ്ഞിരപ്പള്ളി സ്വദേശി ഡാനി കത്തികൊണ്ട് വയറിനും മറ്റും കുത്തിയതായി പറയപ്പെടുന്നു. വിനയദേവിന്റെ ബന്ധുവും സുഹൃത്തുമായ മാരേക്കാടൻ രാമുവിന്റെ മകൻ അമലിന്റെ ഹീറോ ഹോണ്ട ബൈക്ക് മാസങ്ങൾക്ക് മുൻപ് ഡാനി വർക്ക്ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയതായി പറയുന്നു. ബൈക്ക് തിരികെ ചോദിച്ചെങ്കിലും ഡാനി കൊടുക്കുവാൻ തയ്യാറായിരുന്നില്ല. വർക്ക്ഷോപ്പിൽ ചിലവായ പണവും മറ്റും നൽകാമെന്ന് പറഞ്ഞെങ്കിലും ഡാനി അതിന് തയ്യാറായില്ല. ഇതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടാകാറുള്ളതായി പറയപ്പെടുന്നു. ബുധനാഴ്ച ഉച്ചയോടെ ഡാനി വിനയദേവിനെയും അമലിനെയും കൊന്നക്കുഴി കട്ടിപ്പൊക്കത്തുള്ള ഡാനിയുടെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ചുണ്ടായ തർക്കത്തിനിടയിൽ ഡാനി കത്തിക്കൊണ്ട് വിനയദേവിന്റെ വയറിൽ കുത്തുകയായിരുന്നു. വയറിൽ കുത്തുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. ഉടനെ തന്നെ ചാലക്കുടി സർക്കാർ ആശുപത്രിയിലും അവിടെ നിന്ന് ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചാലക്കുടി പോലീസ് ആശുപത്രിയിലെത്തി വിനയദേവിന്റെ മൊഴിയെടുത്തു. മീഡിയ ടൈം, ചാലക്കുടി. തൃശൂർ അരിയങ്ങാടിയിലെ കടയിൽ നിന്നും പട്ടാപ്പകൽ 2 ലക്ഷം രൂപ കവർന്ന കേസിലെ പ്രതികൾ അറസ്റ്റിൽ. കുമളി സ്വദേശി അലൻ തോമസ്, ഈരാറ്റുപേട്ട സ്വദേശികളായ അശ്വിൻ, അമൽ ജോർജ് എന്നിവരാണ് പിടിയിലായത്. തൃശൂർ ഷാഡോ പോലീസും ടൗൺ ഈസ്റ്റ് പോലീസുമാണ് പ്രതികളെ പിടികൂടിയത്. ഡിസംബർ 17-നാണ് അരിയങ്ങാടിയിലെ പ്രിന്റിംഗ് സ്ഥാപനത്തിൽ നിന്നും പ്രതികൾ മോഷണം നടത്തിയത്. ഇവിടുത്തെ ജീവനക്കാർ കട പാതി ഷട്ടറിട്ട ശേഷം തൊട്ടടുത്ത കടയിലേക്ക് പോയപ്പോഴായിരുന്നു മോഷണം. വിവിധ ജില്ലകളിൽ ബൈക്ക് മോഷണ കേസിലടക്കം പ്രതികളാണ് ഇവരെന്ന് പോലീസ് വ്യക്തമാക്കി. മോഷണത്തിന് ശേഷം ട്രെയിൻ മാർഗം ബാംഗ്ലൂരിലേക്ക് രക്ഷപ്പെട്ട പ്രതികൾ വിദ്യാർത്ഥികളെന്ന് പരിചയപ്പെടുത്തിയാണ് റൂമെടുത്ത് താമസിച്ചിരുന്നത്. കുമളി സ്വദേശി അലൻ തോമസ്, ഈരാറ്റുപേട്ട സ്വദേശികളായ അശ്വിൻ, അമൽ ജോർജ് എന്നിവരാണ് പിടിയിലായത്. തൃശൂർ ഷാഡോ പോലീസും ടൗൺ ഈസ്റ്റ് പോലീസുമാണ് പ്രതികളെ പിടികൂടിയത്. മീഡിയ ടൈം, തൃശൂർ. മോഹൻ രാഘവൻ ചലച്ചിത്ര പുരസ്കാരം മുഹമ്മദ് അലി ആദം, PK ശിവദാസ് അനുസ്മരണം ഡിസംബർ 29-30 തീയതികളിൽ അന്നമനടയിൽ നടക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. TK സതീശൻ, VV ജയരാമൻ, PT വിൽസൺ, ഹാഷിം സാബു എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ചലച്ചിത്രകാരനും നാടക പ്രവർത്തകനുമായ മോഹൻ രാഘവന്റെ സ്മരണാർത്ഥം കഴിഞ്ഞ 11 വർഷമായി അന്നമനട ഓഫ് സ്റ്റേജ് നൽകി വരുന്ന പുരസ്കാരം ഈ വർഷം ഡിസംബർ 30-ന് നിഷിഡോയുടെ സംവിധായകൻ താരാ രാമനുജന് സമർപ്പിക്കും. 25,000 രൂപയും അന്തരിച്ച പ്രശസ്ത ചിത്രകാരൻ മുഹമ്മദ് അലി ആദം രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഡിസംബർ 30 വൈകുന്നേരം 6 മണിക്ക് അന്നമനട VM ഓഡിറ്റോറിയത്തിൽ മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ പ്രശസ്ത സംവിധായകൻ ഡോക്ടർ M ബിജു സമർപ്പിക്കും. 29-ന് വൈകിട്ട് അന്തരിച്ച ചിത്രകാരൻ മുഹമ്മദ് അലി ആദം അനുസ്മരണാർത്ഥം 50-ൽ പരം ചിത്രകാരന്മാർ അണിനിരക്കുന്ന സമൂഹ ചിത്രരചന സദസ്സ് കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ N ബാലം മുരളീകൃഷ്ണൻ ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്യും. TK സതീശൻ, VV ജയരാമൻ, PT വിൽസൺ, ഹാഷിം സാബു എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ശ്രീ മുഹമ്മദ് അലി ആദം മമ്മലിക്കാന്ന് വിളിക്കും. അദ്ദേഹമാണ്. അദ്ദേഹം 2017 മരിച്ചു. 2017 കഴിച്ച് 2018 മുതൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഓർമ്മച്ചായം എന്നൊരു പരിപാടി കൂടിയിട്ട് നടത്തി വരുന്നുണ്ട്. ഇത് കൂടാതെ 3 വർഷം മുമ്പ് മരിച്ച PK ശിവദാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു തുല്യ സാഹിത്യകാരനാണ് ഇവരുടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം 100ഓളം പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. മികച്ച പത്രപ്രവർത്തകനായിരുന്നു. ദേശീയ ലെവലിൽ ശ്രദ്ധിക്കുന്ന പത്രപ്രവർത്തകനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ അദ്ദേഹത്തെ ഓർക്കുന്നു. മീഡിയ ടൈം, മാള. ഇനി നാട്ടിൽ നടന്നത്. കൊടുങ്ങല്ലൂർ മതിലകം കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധികളിലെ തീരദേശത്ത് നിരവധി വീടുകൾ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ പ്രതി പിടിയിൽ.
കൊടുങ്ങല്ലൂർ കോതപ്പറമ്പ് പേരകം പുതുവീട്ടിൽ മനാഫിനെയാണ് മതിലകം പോലീസ് പിടികൂടിയത്. മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആല എന്ന സ്ഥലത്ത് ആലയിൽ സരോജിനി എന്നിവരുടെ വീട് കുത്തിപ്പൊളിച്ച് നടത്തിയ മോഷണത്തിന്റെ അന്വേഷണത്തിന്റെ ഇടയിലാണ് പോലീസ് പ്രതിയെ പിടികൂടുന്നത്. മതിലകത്ത് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു തകർത്തു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്ന് പുലർച്ചെ 4:20 മതിലകം പോലീസ് സ്റ്റേഷന് മുന്നിൽ ദേശീയപാതയിലായിരുന്നു അപകടം. കണ്ണൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്നതിനിടെയാണ് അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറയുന്നു. തൃശൂരിന്റെ ക്രിസ്തുമസ് ആഘോഷത്തിന് സമാപനം കുറിച്ച് 10ാമത് ബോൺ നഥാലെ സ്വരാജ് റൗണ്ടിൽ അരങ്ങേറി. 10,000-ലേറെ ക്രിസ്തുമസ് പാപ്പന്മാരാണ് ബോൺ നഥാലെ ഗാനത്തിനൊപ്പം സ്വരാജ് റൗണ്ടിൽ ചുവടുവെച്ചത്. തൃശൂർ പൗരാവലിയും തൃശൂർ അതിരൂപതയും സംയുക്തമായാണ് ബോൺ നഥാലെ സംഘടിപ്പിച്ചത്. കൂടുതൽ പുതുമകളോട് കൂടിയാണ് 10ാമത് ബോൺ നഥാലെ തൃശൂർ നഗരമധ്യത്തിൽ അരങ്ങേറിയത്. 3 മണിയോടെ തൃശൂർ സേക്രഡ് ഹാർട്ട് സ്കൂൾ അങ്കണത്തിൽ പാപ്പന്മാർ അണിനിരന്നു. മാളയിൽ കോൺഗ്രസ് പ്രവർത്തകർ ഫാസിസ്റ്റ് വിമോചന സദസ്സ് സംഘടിപ്പിച്ചു. KPCCയുടെ ആഹ്വാനപ്രകാരം കോൺഗ്രസ് നേതാക്കളെ അപായപ്പെടുത്തുവാൻ കേരളത്തിലെ പോലീസിനെ ഉപയോഗിച്ച് നടത്തിയ നീചമായ ഇടതുപക്ഷ സർക്കാരിന്റെ ഫാസിസ്റ്റ് രീതിക്കെതിരെയാണ് ഫാസിസ്റ്റ് വിമോചന സദസ്സ് സംഘടിപ്പിച്ചത്. മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ സദസ്സിൽ മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PD ജോസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ദുഷ്ടപ്രവണതകൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. നമ്മുടെ കേരളവും നമ്മുടെ ഇന്ത്യയും ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, മതേതരത്വ സ്വഭാവം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ആ മതേതരത്വ സ്വഭാവം ഊന്നിക്കൊണ്ട് ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായി അതിശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയും, അതുപോലെ തന്നെ കേരളവും. ആ ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്നുള്ളത് വേദനാജനകമായ സാഹചര്യമാണ്. DCC ജനറൽ സെക്രട്ടറിമാരായ VA അബ്ദുൽ കരീം, AA അഷറഫ് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റി നേതാക്കൾ നേതൃത്വം നൽകി. മാള ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിൽ അജൈവ മാലിന്യ ശേഖരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ ജനകീയ കൂട്ടായ്മ യോഗം സംഘടിപ്പിച്ചു. ബ്ലോക്ക് മെമ്പർ A അഷറഫ് ഉദ്ഘാടനം ചെയ്തു. വലിയ പറമ്പിൽ MCF സ്ഥാപിക്കണമെന്നുള്ള തീരുമാനവുമായിട്ട് പഞ്ചായത്ത് മുന്നോട്ട് പോകും എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഈ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്. പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് പക്വതയുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്, പൊതുപ്രവർത്തകനാണ്. ഒരുപാട് നാളുകളായിട്ട് പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ്, പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹം ഒരു കാര്യം സംസാരിക്കുമ്പോൾ പക്വതയോടുകൂടി സംസാരിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടുവാനുള്ളത്. ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട്, ജനങ്ങളുടെ സമരമുഖങ്ങൾ അടിച്ചമർത്തിക്കൊണ്ട്, അതിനെ പല്ലിടിച്ച് കാണിച്ചുകൊണ്ട്, ആ സമരങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ഇതിവിടെ സ്ഥാപിക്കും എന്ന് പറയുവാൻ പാടില്ല. പരിശോധിക്കാമെന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ആരെതിർത്താലും ഇത് കൊണ്ടുവരും എന്ന് പറയുന്ന ദാർഢ്യം അതൊരിക്കലും ഞങ്ങൾക്ക് അനുവദിക്കാൻ കഴിയുന്ന ഒന്നല്ല. AC ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജനകീയ കൂട്ടായ്മ സെക്രട്ടറി ബിനോയ് അതിയാറത്ത്, കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് KK അജയ്കുമാർ, BJP മണ്ഡലം സെക്രട്ടറി AR അനിൽകുമാർ, മുൻ പഞ്ചായത്ത് മെമ്പർ ജോഷി കാഞ്ഞുത്തറ, ഹോളി ഗ്രേസ് വൈസ് ചെയർമാൻ ജെയിംസ് മാളിയേക്കൽ, പഞ്ചായത്ത് അംഗങ്ങളായ അമ്പിളി സജി, ജിയോ, വെൽഫെയർ പാർട്ടി പ്രതിനിധി ജാഫർ കമ്മലയിൽ, സീന സജീവൻ, അശ്വിൻ ജിങ്കൻ എന്നിവർ സംസാരിച്ചു. ഐരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന്റെ കൊടിയിറങ്ങി. തുടർന്ന് ഇരു ക്ഷേത്രങ്ങളിലെയും ആറാട്ടിന് എഴുന്നള്ളത്ത്, ആറാട്ട്, കൊടിക്കൽപ്പറ എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു.
കൊടകര പുത്തൂക്കാവ് ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലിക്ക് കൊടിയേറി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി അഴകത്ത് മന ദേവേശൻ നമ്പൂതിരി, മേൽശാന്തി ഹരികൃഷ്ണൻ സ്വാമി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ഭാരവാഹികളായ രാമൻ നായർ, ഉണ്ണികൃഷ്ണൻ അടാട്ട്, ടി ശിവൻ, ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ സതീശൻ തലപുരത്ത്, സദാശിവൻ കുറുവത്ത്, പ്രസന്നൻ എന്നിവർ നേതൃത്വം നൽകി. ജനുവരി 24 താലപ്പൊലി. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി പേരൂർക്കാവ് ശാഖ സമിതിയുടെ നേതൃത്വത്തിൽ തിരുവാതിര ആചരണം മാതൃദിനമായി ആഘോഷിച്ചു. OS സതീഷ് കൊടകര തിരുവാതിര മഹാത്മ്യം പ്രഭാഷണം നടത്തി. എട്ടങ്ങാടി നിവേദ്യം, തിരുവാതിരക്കളി, ആർദ്രജാഗരണം, പാതിര പൂച്ചൂടൽ, ആർദ്ര വ്രതം അനുഷ്ഠിക്കൽ എന്നിവ നടന്നു. ചാലക്കുടി നഗരസഭാ പ്രദേശത്ത് ഡെങ്കിപ്പനി പടരുന്ന സാഹചര്യത്തിലും ശുചീകരണ പ്രവർത്തികൾ നടത്താത്ത നടപടി സംബന്ധിച്ച വിഷയം കൗൺസിൽ യോഗം ബഹളമയമാക്കി. പ്രതിപക്ഷത്തെ VJ ജോജിയാണ് ഇക്കാര്യം കൗൺസിലിൽ അജണ്ടകൾ എടുക്കുന്നതിന് മുൻപ് ഉന്നയിച്ചത്. ഭൂരിഭാഗം വാർഡുകളിലും ഡെങ്കിപ്പനി ബാധിച്ച് ജനങ്ങൾ ദുരിതത്തിലാണെന്ന് ജോജി യോഗത്തെ അറിയിച്ചു. കാനകളിലും തോടുകളിലും മാലിന്യങ്ങൾ നിറഞ്ഞുകിടക്കുകയാണെന്നും ഇവ നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നില്ലെന്നും പ്രതിപക്ഷ ലീഡർ CS സുരേഷ് കുറ്റപ്പെടുത്തി. ഇത് സംബന്ധിച്ച തർക്കം യോഗം ബഹളമയമാക്കി. ശുചീകരണ പ്രവർത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് ചെയർമാൻ ഉറപ്പു നൽകിയതോടെയാണ് ബഹളത്തിന് ശമനം വന്നത്. നഗരസഭാ ചെയർമാൻ AB ജോർജ് അധ്യക്ഷനായി. ഐരാണിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ അംഗങ്ങൾക്കായി കുഴൂർ ഗവൺമെന്റ് സ്കൂളിലെ സപ്തദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. സമന്വയം ക്യാമ്പ് അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ രാധിക സോമൻ, സ്റ്റാഫ് സെക്രട്ടറി ജോബി പുല്ലോക്കാരൻ, കുഴൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സന്തോഷ് കുമാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ റിൻസി ഷൈജൻ, സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം I ബാലഗോപാലൻ, കുഴൂർ സ്കൂൾ പ്രധാന അധ്യാപിക സരസു വിജയൻ എന്നിവർ സംസാരിച്ചു. എടവിലങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നാഷണൽ സർവീസ് സ്കീം സമന്വയം സപ്തദിന സഹവാസ ക്യാമ്പ് പാലിയംതുരുത്ത് VDUP സ്കൂളിൽ ആരംഭിച്ചു. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷയായി. പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ജേക്കബ് ജോൺ, നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. VR അനിൽകുമാർ, KP ലീന, MV പ്രതീഷ് എന്നിവർ സംസാരിച്ചു. നഗരസഭാ കൗൺസിലർമാർ, സ്ഥിരം സമിതി അംഗങ്ങൾ, വിദ്യാർത്ഥിദായിനി സഭാ പ്രതിനിധികൾ, അധ്യാപകർ, PTA പ്രതിനിധികൾ, CDS അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. സമൂഹ നന്മയും സേവന താല്പര്യവും ഉണർത്തുന്നതാകണം വിദ്യാഭ്യാസമെന്ന് അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ MLA അഭിപ്രായപ്പെട്ടു. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സപ്തദിന NSS ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് പദ്ധതി പ്രവർത്തനങ്ങളുമായി ആനാപ്പുഴ, കോട്ട പ്രദേശങ്ങളിൽ ഡിസംബർ 26 മുതൽ ജനുവരി 1 വരെയാണ് സപ്തദിന ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾ. JDS വാർഡ് കൗൺസിലർ ചന്ദ്രൻ കളരിക്കൽ അധ്യക്ഷത വഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ KB ബിനു പദ്ധതി വിശദീകരണം നടത്തി. പണ്ഡിറ്റ് കറുപ്പൻ മെമ്മോറിയൽ ഗവൺമെന്റ് UP സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഫിലോ KR, ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കൃഷ്ണപ്രിയ എന്നിവർ സംസാരിച്ചു. NSS സപ്തദിന ക്യാമ്പിന്റെ കൊടുങ്ങല്ലൂർ ക്ലസ്റ്റർ തല ഉദ്ഘാടനം വെമ്പലൂർ MES ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. എറിയാട് KVHSന്റെ സപ്തദിന ക്യാമ്പാണ് സ്കൂളിൽ സംഘടിപ്പിക്കുന്നത്. SN പുരം വികസനകാര്യ സമിതി ചെയർമാൻ അയൂബ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജയ, സുഗത ശശിധരൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശോഭന ശാരംഗധരൻ, എറിയാട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ നജ്മൽ ഷക്കീർ, വാർഡ് മെമ്പർ PK മുഹമ്മദ്, കൊടുങ്ങല്ലൂർ ക്ലസ്റ്റർ PS അംഗം ER രേഖ, പ്രിൻസിപ്പൽ റഫീഖ് എന്നിവർ സംസാരിച്ചു. കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ NSS സപ്തദിന സഹവാസ ക്യാമ്പ് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പരിയാരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡസ്റ്റിൻ താക്കോൽക്കാരന്റെ അധ്യക്ഷതയിൽ കൂടിയ ക്യാമ്പിൽ പ്രിൻസിപ്പൽ ആൻഡു PK, PTA പ്രസിഡന്റുമാരായ ആന്റണി C പള്ളിയിൽ, ജോയ് ചെല്ലായി, NSS പ്രോഗ്രാം ഓഫീസർ BCPV എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടി SN പുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രക്ഷോഭയാത്ര കോതപ്പറമ്പ് സെന്ററിൽ നിന്നും ആരംഭിച്ചു. ജില്ലാ സെക്രട്ടറി റഫീഖ് കാദിക്കുൾ ഉദ്ഘാടനം ചെയ്തു. SN പുരം പഞ്ചായത്ത് പ്രസിഡന്റ് മനാഫ് അമ്പലക്കുളം അധ്യക്ഷനായി. അമീർ അലി, മനാഫ് ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. ജാതി സെൻസസ് നടത്തുക, എയ്ഡഡ് നിയമനം PSCക്ക് വിടുക, സർക്കാർ സർവീസ് ആനുപാതിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന പ്രക്ഷോഭയാത്ര മണ്ഡലം പ്രസിഡന്റ് CA റഷീദാണ് നയിക്കുന്നത്. SNSC ചന്ദ്രാപിന്നിയുടെ 54ാമത് വോളിബോൾ ടൂർണമെന്റ് തുടക്കമായി. പെരുമ്പട പീസ് ടു UP സ്കൂൾ ഫ്ലഡ് ലിറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിച്ച മത്സരങ്ങൾ കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ലോഹിതാക്ഷൻ കൊലാശ്ശേരി അധ്യക്ഷനായി. വാർഡ് മെമ്പർ ഹേന രമേഷ്,
ക്ലബ് ഭാരവാഹികളായ മോത്തിലാൽ മേനോത്ത്, KG കൃഷ്ണനുണ്ണി, സുമൻ പണിക്കശ്ശേരി എന്നിവർ സംസാരിച്ചു. ആദ്യ മത്സരത്തിൽ തട്ടകം ചന്ദ്രാപിന്നിക്കൂട്ടം UAE വിജയികളായി. 1-നെതിരെ 3 സെറ്റുകൾക്ക് ടോപ്പ് സ്റ്റാർ കഴിമ്പ്രത്തെയാണ് പരാജയപ്പെടുത്തിയത്. പ്രാദേശിക തല മത്സരത്തിൽ ഗോഖലെ ബോയ്സ് വലപ്പാട് വിജയികളായി. ഡിങ്കൻസ് ചന്ദ്രാപിന്നിയെയാണ് പരാജയപ്പെടുത്തിയത്. ചാലക്കുടിയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമായ പഴയകാല സ്കൗട്ട് പ്രവർത്തകരുടെ കൂട്ടായ്മയായ റോവേഴ്സ് സർവീസ് സൊസൈറ്റിയുടെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. സെന്റ് മേരീസ് ഫൊറോനപ്പള്ളി വികാരി ഫാദർ ജോളി വടക്കൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് മധു ചിറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. AJ പോൾ ചികിത്സാ സഹായ വിതരണം നടത്തി. ജോസ് പാണാടൻ, സിനിമാ സംവിധായകൻ സുന്ദർദാസ്, ജോയ് പടമാടൻ, ജോൺ ജോസഫ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. CPM പ്രവർത്തകൻ KU ബിജു കൊലക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട BJP നേതാവിനൊപ്പം ഏരിയ സെക്രട്ടറി വേദി പങ്കിട്ടതിൽ വിവാദം. വിഷയത്തിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ അമർഷം പുകയുന്നു. സുഹൃത്തുക്കൾ തമ്മിൽ ബൈക്കിനെ ചൊല്ലി തർക്കം കത്തിക്കുത്തിൽ കലാശിച്ചു. കാഞ്ഞിരപ്പള്ളി മാരേക്കാടൻ രവിയുടെ മകൻ വിനയദേവിനാണ് കുത്തേറ്റത്. വിനയദേവിന്റെ സുഹൃത്ത് ഡാനി കത്തികൊണ്ട് കുത്തിയതായി പറയുന്നു. തൃശൂർ അരിയങ്ങാടിയിലെ കടയിൽ നിന്നും പട്ടാപ്പകൽ 2 ലക്ഷം രൂപ കവർന്ന കേസിലെ പ്രതികൾ അറസ്റ്റിൽ. കുമളി സ്വദേശി അലൻ തോമസ്, ഈരാറ്റുപേട്ട സ്വദേശികളായ അശ്വിൻ, അമൽ ജോർജ് എന്നിവരാണ് പിടിയിലായത്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.